ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ഗെയിം പ്ലേ വീഡിയോ. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഷാഡോ ഓഫ് ഡെത്ത് ആണ്. അതിൻ്റെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് കളിക്കാൻ പോകുന്നത്. അഥവാ ഷാഡോ ഓഫ് ഡെത്തിൻ്റെ വീഡിയോസ് നല്ലോണം പോവുകയാണെന്നുണ്ടെങ്കിൽ, കുഴപ്പമില്ലാതെ വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഷാഡോ ഓഫ് ഡെത്തിൻ്റെ ബാക്കിയുള്ള ഗെയിംസും കൂടെ നമ്മൾ ചാനലിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഷാഡോ ഓഫ് ഡെത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഗെയിമിലാണ് ഞാൻ നേരത്തെ ഒന്ന് കളിച്ചായിരുന്നു. സോ എനിക്ക് നേരത്തെ കളിച്ചിട്ട് ഞാൻ ഓർത്ത് എന്തായാലും കളിക്കില്ല, അപ്പോൾ അത് വീഡിയോ എടുത്തേക്കാൻ. പിന്നെ എനിക്ക് ഇതിനകത്ത് വോയിസ് ഓവറാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കമൻട്രി പോലെ പറയാൻ പറ്റുള്ളൂ, എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ഫൈനലി വി ഹാവ് റീച്ച്ഡ് ദ ഹെയർസ് നോ മസ്റ്റ് ബി ടൈം ലെഫ്റ്റ്, വി ഹാവ് ടു ഗോ. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവരുടെ ട്യൂട്ടോറിയലുകൾ തന്നെയാണ് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, റിക്സ് ഓഫ് റോട്ടൻ ഫ്ലഷ്, ഐ ഹേറ്റ് ദിസ് സ്മെൽ. ഓക്കെ, ബി കെയർഫുൾ മാക്സ്. ഓ, ഇതിനകത്ത് നമുക്ക് ആരാണ്ട് സ്നേഹിക്കാനായിട്ടുണ്ട്, സീനില്ല. ഐ നോ മീന, ദേർസ് മിനിയൻസ് കാൻറ്റ് ഗീവ് മീ എ ഹാർഡ് ടൈം. ഐ തിങ്ക് ഗൈസ് ഇത് നമ്മളൊരു ഏഞ്ചൽ ടൈപ്പായിട്ടുള്ള ആരാണ്ടാണ്. നമ്മുടെ മനസ്സിൽ വരുന്നതായിരിക്കും, വേറെ ആൾക്ക് കാണിക്കത്തില്ല. നമ്മൾ മനസ്സിൽ സ്വയം ഓർക്കുന്നത് അത് മീനയും കണ്ടൊക്കെ. ഓക്കെ, ഒരു 8 കാല ഡീമൻ വന്നിട്ടുണ്ട്. ഓക്കെ, മുതുകത്തുനിന്ന് ലാവ പോലത്തെ ഉണ്ട ഏതാണ്ട് തെറിപ്പിക്കുന്നുണ്ട് അവന്മാർ. അതൊന്നും നമുക്ക് വിഷയമല്ല, അവന്മാരൊക്കെ വെട്ടി തീർക്കും. ഒരു കുറുക്കൻ വന്നിട്ടുണ്ട്. ആ കുറുക്കന്മാർ 4 കുറുക്കന്മാരും വെട്ടിയിട്ട് അല്ലെങ്കിൽ അവന്മാർക്കൊന്നും ലൈഫ് പോലും ഇല്ല എൻ്റെ വാളിൻ്റെ അടുത്ത് പോലും വരാനായിട്ട്. ഒരു പൊക്കത്തൊരു കുട്ടിച്ചാത്തൻ. ഓക്കെ, പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, ചാടി കറങ്ങി അടിക്കാനായിട്ടുള്ള ഓപ്ഷൻ. ആ 8 കാലികൾ തന്നെ വന്ന് നെഞ്ചത്ത് ഏതാണ്ട് പറപ്പിച്ച് വിടുന്ന ഒരുത്തൻ അവന്മാരെ വെട്ടി. ഇതന്നെ സൈഡിൽ നിന്നൊരു കല്ല് മനുഷ്യൻ വന്നിട്ടുണ്ട്. ഇവന്മാരുടെ 8 കാലികളുടെ ബോസാണെന്ന് തോന്നുന്നു, സീനില്ല. അവന്മാരെയും കൂടെ നമ്മൾ കൊല്ലുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, യൂസ് യുവർ സ്പെഷ്യൽ സ്കില്ല്. പുതിയൊരു സ്കില്ല് വന്നിട്ടുണ്ട്, സീനില്ല. ഓ, അതിന്നത് ഈ മോൺസ്റ്റർ കാണിച്ച് ഏതാണ്ട് സാധനം വെച്ച് അവനേതാണ്ട് നല്ല പവർ ചെയ്യുന്നുണ്ട്. ഞാൻ ആ എബിലിറ്റി സ്കില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓർക്കണം ഇവനെന്ത് ചാപാത്തന്. ഓക്കെ, പുതിയ കാളകൾ വന്നിട്ടുണ്ട്. കാളകളിൽ എനിക്ക് ഒന്ന് ഇത്രയും കൂടി ഇവന്മാർക്ക് പവർ കാണാം. 8 കാലികൾ ആലമ്പാണല്ലോ അവന്മാർ. 8 കാളികളെ തീർത്തി, ഇനി കാളകളുടെ ഊഴമാണ്. ഒരുത്തനെ ഞാൻ തീർത്തിട്ടുണ്ട്, വേറൊരു കാളയാണ്. ഇത് എന്തൊരു കാളയാണ്, ജാവുന്നില്ല. ഫിറ്റ് കിട്ടിയിട്ട് മുന്നേ എനിക്ക് കിട്ടിയിടിയടാ. ഓക്കെ, സീനില്ല. അവനെ ഞാൻ അടിച്ചിട്ടിട്ടുണ്ട് ആ ഓപ്ഷൻ. ഓക്കെ, ഏതൊരു വവ്വാൽ മനുഷ്യൻ വന്നിട്ടുണ്ട് ഒരു പൊട്ടിയ വാളുമായിട്ട്. അവനാണോ മെയിൻ ബോസ്? ഓക്കെ, പുതിയൊരു എബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, സീനില്ല. ഓക്കെ, അവരെ കറക്കി വെട്ടി, പക്ഷെ അവൻ എന്നെ കിട്ടി വെട്ടി. അതെന്താണ്, നറൂട്ടോൻ്റെ റസിംഗ് ആണോ? സീനില്ല. ഓക്കെ, അവൻ ആ പൊട്ടിയ വാള വെച്ചിട്ട് എനിക്ക് അടിച്ചുകൊണ്ട് ഞാനാണ് ഇല്ലാത്ത സ്പെഷ്യൽ എബിലിറ്റി ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവനിട്ട് കൊള്ളുന്നില്ല. ഓക്കെ, അവൻ്റെ ഒരു സ്ലൈസ് കിട്ടേണ്ടതായിരുന്നു. ഓക്കെ, പുതിയൊരു സ്പെഷ്യൽ എബിലിറ്റി വന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് തന്നെ കൊണ്ട് കൊടുക്കാം. 10-30 വാളോ, സീനിൻ്റെ പവർ സാധനമാണ് നോക്കും, പക്ഷെ അവൻ്റെ ലൈഫ് കുറയാണ്. നിങ്ങൾ കണ്ട, ശരിക്കും പതിയാണ്. യു ആർ നോട്ട് ദ ഫസ്റ്റ് ഹൂ dare challenge me, and your end will be like no difference from them. Damn, how can I be so strong? Okay, you last time is come. You really think that weakling like you can stop me? I can still fight. You will be honored to become a demon in my army to see the extinction of the mankind. ഓക്കെ, ഇവൻ നമ്മുടെ ബോസായിരുന്നു. ഞാൻ ഇവനെ ബിട്രൈ ചെയ്തു, കാരണം നമ്മുടെ മാൻ കൈൻഡിനെ ഇവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് കൊണ്ട് പറ്റിയില്ല. അവൻ ചിരിക്കുന്നു. ഈസ് ദിസ് റിയലി ദ എൻഡ്? പിന്നല്ലാതെ നിന്റെ ബോസിനെ അടിക്കാൻ പോയി അവൻ പിന്നെ അടിക്കുകയല്ലേ. ഓക്കെ, ബോസ് മാജിക് വാൾ വെച്ച് കാണിച്ചു. മീറ്റിയോഴ്സ് എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് കയറി വരുന്നു. ഓക്കെ, ഇവിടെ വെച്ചാണ് നമ്മുടെ എൻഡ്. ഡ്രീം അഗെയിൻ, ഐ നീഡ് ടു ഗ്രോ സ്ട്രോങ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ അതൊരു ഡ്രീം ആയിരുന്നു ഗൈസ്. ഞാൻ ഓർത്തത് റിയാലിറ്റി ആണ്. ശരിയാണ്, നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, പിന്നെ ഡ്രീം അല്ലാതെ തന്നെയായിരുന്നു. ഫസ്റ്റ് ലെവലിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇതാ പറന്ന് കറങ്ങി വെട്ടുന്നു. ഓക്കെ, കുറേ 8 കാലികൾ ജനിച്ചു വരുന്നു. ദാറ്റ് ഈസ് നോട്ട് പ്രോബ്ലം. കുഞ്ഞൻ 8 കാലീസ്, ഇറ്റ്സ് ഈസി ടു സ്ലൈസ് ദം. ഓക്കെ, കാരണം എനിക്ക് കറങ്ങി വെട്ടൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കറങ്ങി ഒറ്റയടി ഈസി മാൻ. ഈ 8 കാലികളൊക്കെ ഒന്നും എന്നെ 99% ഓഫ് ലൈഫ് എൻ്റെ കയ്യിലുണ്ട്. ഇവർക്ക് എന്നെ ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാലികളൊക്കെ അരിഞ്ഞ് വെട്ടിയാണ്. ഓക്കെ, ഇതന്നെ പുതിയൊരു മുട്ട വന്നിട്ടുണ്ട്, സീനില്ല. ഓക്കെ, മുട്ട 8 കാലിനെ സ്പോണാക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ മുട്ട എനിക്ക് പൊട്ടിച്ച് കളയണം. വെട്ടി മുട്ടയും ഞാൻ തീർക്കും. കറക്കി വെട്ടലാണ് നമ്മുടെ മെയിൻ സാധനം. ഇനി മുട്ടയും കൂടെ തീർക്കണം, എന്നാൽ ഈ 8 കാലികൾ ഫുള്ള് തീർത്തുള്ളൂ. ഓക്കെ, മുട്ട തീർക്കും. ദിസ് ഈസ് ദ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, ഫസ്റ്റത്തെ ലെവലിൽ മോനെ വാളൊക്കെ ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ചോരയിൽ ഇങ്ങനെ തുള്ളിച്ച് പിടിയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ലെവലാണ്. ആ സെയിം ലെവൽ തന്നെയാണ് ഇത് എനിക്ക് തോന്നുന്നു, കാരണം 8 കാലികൾ അതുപോലെ തന്നെ വരുന്നു. ഓക്കെ, വേറൊരു ഓപ്ഷൻ കൊണ്ടുവരണമെങ്കിൽ നേരെ പോയിട്ട് ഒറ്റ വെട്ടൽ
പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അതെന്നെ തെറിപ്പിക്കണത്. ഓക്കെ, അവനെയും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഏതാണ്ട് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പുതിയ ലെവൽ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, പൊക്കത്ത് കുറേ പ്ലാന്റ് വന്നിട്ടുണ്ട്. എനിക്ക് മിക്കവാറും തോന്നുന്നു ഈ സാധനം തോക്ക് പോലെ വിടുന്നത്. അത് തന്നെ നമ്മളെ കൊണ്ടാണ് കളി. ഇതൊക്കെ വെട്ടി ഈസി മാൻ. ഇനി മുട്ടയും കൂടെ തകർക്കണം. മുട്ട തകർക്കാൻ വലിയ പാടൊന്നുമില്ല. എനിക്ക് സ്പെഷ്യൽ എബിലിറ്റി യൂസ് ചെയ്താണെങ്കിൽ ഒറ്റയടിക്ക് സാധനം തീർക്കും. കണ്ട, ഈസി മാൻ, ഈസി. ഇതെല്ലാം ഈ ലെവലെല്ലാം എനിക്ക് ഈസിയാണ്, ഒരു സീനും ഇല്ല. പെട്ടെന്നാണ് തീരണം. 3 ഏതാണ്ട് കാണിക്കുകയാണ്. ഇത്രയും 3 ലെവലാണ്. പിന്നെ ഏതാണ്ട് കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അതും 8 കാലി വെച്ചാൽ എല്ലാ 8 കാലി. ഓക്കെ, ആ പൊക്കത്തെ സാധനത്ത് ആ ചെടി വന്നിട്ടുണ്ട്, എന്നാ പവർ വിടുന്ന സാധനം. ഓക്കെ, എനിക്ക് തോന്നുന്നു EXP കിട്ടണത്. ഓരോരുത്തരും കൊല്ലുമ്പോൾ ഇങ്ങനെ ബോൾ പോലത്തെ സാധനം എനിക്ക് വരുന്നുണ്ട്. കണ്ട ആ നീല കളറിലെ ബോൾ പോലത്തെ സാധനം എനിക്ക് തോന്നുന്നു EXP ആണത്. സോ ഓക്കെ, നെക്സ്റ്റ് ലെവലായിട്ടുണ്ട്. ആ ഭാഗത്തുള്ള എല്ലാത്തിനും ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പുതിയ റൗണ്ടിലോട്ട് കയറിയപ്പോൾ പുതിയൊരു സാധനം വന്നിരിക്കുന്നു. അതിൻ്റെ ഉപകാരം എന്നാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഏതാണ്ട് മസിൽ തന്നെയാണെന്ന് തോന്നുന്നു. 2 പേര് സ്പോൺ ആയിട്ടുണ്ട്, ഒരു സീനും ഇല്ല. കറങ്ങുന്നു. ഓക്കെ, സീനില്ല. അവന്മാരെ എല്ലാം ഞാനിപ്പോൾ ഒരു വെട്ടിന് തീർക്കും. കേട്ടോ, കറങ്ങി അടിച്ചാൽ മതി, അവരൊത്തനും അനങ്ങാൻ പറ്റും. അവൻ നല്ലോണം ഡാമേജ് വരുന്നുണ്ട്. 90%, 10% ഓഫ് ഇത് തീർന്നു. അവനെ ആദ്യം കൊല്ലാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ല. അവൻ മിസ്സായി. അവനെന്തോ പെസക്ക് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ റൗണ്ട് എൻ്റെ 10% ഡാമേജ് അവനാ കളഞ്ഞു. 8 കാലികളൊക്കെ ചുമ്മാതാണ്. ഈ ആകാശത്ത് തന്നെ പ്ലാൻസൊക്കെ ഈസി ചെയ്ത് ആ ഗോളം വന്ന്. ഓക്കെ, ഞാൻ പിന്നെയും ഡോജ് ചെയ്യാൻ എനിക്കറിയത്തില്ലെന്ന് വിചാരിച്ചോളാം. ഗോളവേ ഈസി മാൻ. ഓക്കെ, ആ പ്ലാൻസിന് ഞാൻ വെട്ടി കിട്ടു, ഈസി. ഇനി 8 കാലികളേ ഉള്ളൂ, വലിയ പാടില്ല. ഒരു ഗോളനും കൂടെ ഉണ്ട് ഗൈസ്, ഒരു ഗോളനും കൂടെ ഉണ്ട്. അവനും കൂടെ തീർക്കണം. ഈ ഗോളം ഭയങ്കര പണിയാണെന്ന്. സ്പെഷ്യൽ പവർ എല്ലാം യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ പാടാണ്. ഓക്കെ, ആ ഭാഗത്ത് മോനെ വാളെടുക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ ഈസി ആയിട്ട് തീർത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെവലിനകത്തും ഈസി. അതുപോലെ തന്നെ നമ്മൾ കുറേ 8 കാലികൾ കൊള്ളണത്. ആ ചെടി വന്നിട്ടുണ്ട്. മൂന്നെണ്ണം. ഒരെണ്ണം കൊണ്ട് മതിയായില്ല മച്ചാനെ, 3 എണ്ണമൊക്കെ വിടുന്നത്. ഗോളം പയ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഉരുണ്ട ചേർക്കൻ ഹൾക്കിൻ്റെ മോനാണെന്ന് തോന്നുന്നു. ഉരുണ്ട് ഹൾക്കല്ലല്ലോ, നമ്മുടെ ബെൻഡനകത്തുണ്ടല്ലോ ഗൈസ് ഒരുത്തൻ. ക്യാരം ബോളാണെന്ന് തോന്നുന്നു. ക്യാരം ബോളിൻ്റെ മോനാണെന്ന് തോന്നുന്നു. സീനില്ല. ആ മുട്ട 2 പ്ലാന്റ് 2 പൊക്കത്ത് കുറേ പ്ലാന്റ്സ് വലിയ സീനില്ല ഗൈസ്. പ്ലാന്റ്സിന് നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളാം. കണ്ടാ, പ്ലാന്റ്സൊക്കെ 2-3 വെട്ടിന് സീന്. പക്ഷേ ഈ മുട്ടകൾ ഈ അലമാണ്. നമ്മൾ ഈ സ്പെഷ്യൽ പവർ മിക്കപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഈ പ്ലാന്റും എല്ലാം കൂടെ വച്ച് കഴിയുമ്പോൾ ഇത്തിരി ലൈഫ് കുറയും. പക്ഷേ ഒന്നും കുറഞ്ഞിട്ടില്ല ഇതിലായിട്ട്, എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണ്ടേ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പോവാം. ഇനി പുതിയതാണ് വന്നിട്ടുണ്ട്, ചുമന്ന മുട്ടയിൽ എനിക്ക് തോന്നുന്നു എന്തോ പണിയാവും തോന്നുന്നു. അപ്പോൾ സ്പെഷ്യൽ പവർ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊക്കത്തായിട്ട് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. പ്ലാന്റ് എല്ലാം നമ്മളപ്പോൾ തന്നെ പൊക്കത്തുനിന്ന് വെട്ടിക്കളയണം. ഗോളം മുണ്ണ ഞാൻ പൊക്കത്ത് പ്ലാന്റ് വെട്ടിക്കളയുമ്പോൾ കുറയുവാൻ അടിക്കണം. ഗോളത്തിന് ഞാൻ തീർക്കും ഇപ്പം. ഓക്കെ, ഗോളം അലമ്പാണ് കേസ്. ഗോളത്തിന് ഞാൻ ഡോച്ച് ചെയ്യുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ നല്ല ഡാമേജ് ആയിരുന്നു. ഓക്കെ, ആ പ്ലാന്റ് വെട്ടിയപ്പോൾ ആ സൈഡിൽ നിന്ന് ഓടി വരുന്ന ഗോളവും ചത്തുപോയി. മോനെ സ്ലൈസ്. ഓക്കെ, നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് തന്നെയാണ്. ഐ ഫൈനലി റിമെമ്പർ ദാറ്റ് എക്യുപ്സ് ക്യാൻ അപ്ഗ്രേഡ്. ഹൗ ഡസ് ഇറ്റ്? ഓക്കെ, അവിടെ വാള് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയണത്. അപ്ഗ്രേഡ് -78. ദെയർ വി ഗോ. അപ്ഗ്രേഡ് ആയോ? ഗെസ് ഐ ഡു ദിസ് ആഫ്റ്റർ ഓൾ ലോട്ട് ഓഫ് ടൈംസ് ബിഫോർ ഇഫ് ഐ ക്യാൻ സ്റ്റിൽ റിമെമ്പർ ദിസ് ഗിസ്റ്റ് ഓഫ് ഇറ്റ്. ഓക്കെ ഗൈസ്, എന്തോ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അവനെല്ലാം മറന്നു പോയിട്ടുണ്ട് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ ഓർമ്മ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് വിടിയാണ്, ഫുള്ള് മാക്സ് ആക്കി വിടാം ഗൈസ്. ഓക്കെ, ഒരുത്തനും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. സോ അപ്ഗ്രേഡൊക്കെ കുറേ ആയി. എന്തായാലും ഈ അപ്ഗ്രേഡിൻ്റെ പവർ ഉണ്ടാക്കിയുണ്ടെന്ന് നമുക്ക് ഇനി ഈ ഗെയിമിൽ കളിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ 5th റൗണ്ടാണിത്. ഫുള്ള് അറൗണ്ട് 10th റൗണ്ട് വരെ ഉണ്ട്. 10th റൗണ്ടിലാണ് മെയിൻ ബോസ് വരുന്നത്. ചെറിയ പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വെട്ടിന് തന്നെ നമ്മുടെ വാളിൽ തീരുന്നുണ്ട്. ഫസ്റ്റത്തെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കറക്കത്തിൽ തന്നെ എല്ലാം കൂടെ തീർന്നു. ഇത് കണ്ടോ ഗൈസ്, ഫുള്ള് ലൈഫാണ് തീർന്നു പോകണം. പിന്നെ 8 കല്ലിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരു വെട്ടിനെല്ലാം കൂടെ തീർന്നു. ഒരുത്തൻ്റെ കാലും പോയിട്ട് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഭാഗം ഞാൻ തീർത്ത് ക്ലിയർ ആയിട്ട് വന്നപ്പോൾ റെഡ് മുട്ട കിടപ്പുണ്ട് ഇവിടെ, നമ്മുടെ സ്പെഷ്യൽ സാധനം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പൊക്കത്തുനിന്ന് പ്ലാൻസ് എന്താ വരാത്തത്, അതൊക്കെ വരേണ്ട സമയമായല്ലോ. അപ്പോഴാണ് പതിയെ ഓരോന്നൊക്കെ വന്നത്. അപ്പം നൈസിൽ എല്ലാം കൂടെ എന്നെ മൂലക്കെട്ട് വെച്ചിരിക്കുകയാണ്. ഗോളങ്ങളും നൈസിൽ സ്പോണായിട്ട്. ആ ഒരു ഗോളത്തിന് ഞാൻ തീർത്ത്, അവൻ്റെ കൂട്ടുകാരൻ ഗോളത്തിന്. അപ്പോൾ ഈ മുട്ട തീർത്തപ്പോഴത്തേക്ക് എല്ലാവരും ചത്തുപോയി. എന്ത് പറയാനാണ്. അപ്പോൾ നമ്മളെ അപ്പാപ്പനെ കണ്ട്, അപ്പാപ്പനൊക്കെ ഒരു വെട്ടിലാണ് ഗൈസ്, ഒരു വെട്ടിൽ പകുതി ലൈഫ് വരെ തീർക്കുന്നുണ്ട്. അപ്പാപ്പനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ മുട്ടൻ സ്കില്ലാണെന്ന് അപ്പാപ്പനറിയാം. ഇത് നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അപ്പാപ്പനിട്ട് 2 കറക്കത്തിൽ തന്നെ അപ്പാപ്പൻ ചത്തുമുണ്ട്. പിന്നെ പ്ലാന്റിൻ്റെ കാര്യം പറയണ്ടല്ലോ,
അപ്പാപ്പൻ ഏതാണ്ടൊക്കെ ഷീൽഡ് വെച്ച് മണ്ണിൽ കുത്തുമ്പോൾ കുറേ മുള്ളു പോലത്തെ സാധനം വരുന്നുണ്ട്. ഒന്നും ആകുന്നില്ല ഗൈസ്. പുതിയ അപ്ഗ്രേഡിന് ശേഷം അപ്പാപ്പൻ ഈ വാളിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ആർമർ ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഡാമേജ് വീഴും. പക്ഷേ ഡാമേജ് വീഴാൻ ഞാൻ സമ്മതിക്കണ്ടേ. സോ അപ്പാപ്പനെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ ഒരു കറക്കത്തിക്കണ്ട. ഇത് ലൈഫ് പോകണം നോക്ക് ഗൈസ്. എന്ത് പെട്ടെന്ന് ലൈഫിന് ഒരു വെട്ടിന് അപ്പാപ്പൻ തീർന്നു. തീർന്നപ്പോൾ ഈ ലെവലിൽ തീർന്നു. വേറൊരു അപ്പാപ്പനും കൂടെ ഉണ്ട്. ഞാനടുത്ത് ഒരു അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അപ്പാപ്പൻ നമ്മുടെ ഒരു വെട്ടിന് തീർന്നു. അപ്പാപ്പനെ തീർത്തപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കൂടെ ചത്തുപോയി. ഇത് നെക്സ്റ്റ് ലെവലാണ്. ഇതേതാണ്ട് 6 കഴിഞ്ഞ്. അപ്പോൾ ഇത് 7ാമത്തെ ലെവലാണ്. ഈ ഭാഗത്ത് ആണ് മെയിൻ ബോസ് വരുന്നതായിരിക്കും. പിന്നെ ആ പ്ലാന്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ആ ഗോളത്തിനും തീർത്ത് എല്ലാത്തിനെ വലിച്ചു പെറുക്കി ഒരു വെട്ടിനെ തീർക്കണം. ഈ ഗോളം പറഞ്ഞ 3 ആ ഗോളം തന്നു. കാരണം അത് ബൗൺസ് ചെയ്താണ് പോകുന്നത്. ഭയങ്കര പണിയാണ്. അടുത്ത് പിന്നെയും കിട്ടി. ഇവന് എത്ര ലൈഫ് കൊടുത്തു? 77% എൻ്റെ ലൈഫ് അവൻ ഫുള്ള് ഡാമേജ് ആക്കി ഒറ്റക്ക്. വേറെ അപ്പാപ്പൻ പോലും എൻ്റെ 77 ആക്കിയിട്ടില്ല. ഇവന്മാർ മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇത് അടുത്തത് പിന്നെയും കിട്ടി 71. അതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് ടൊട്ടിക്കുന്നു ഈ പ്ലാന്റ്. അങ്ങനെ അവന്മാരെ തീർത്ത്. അപ്പം ഒരു ഗോളത്തിന് തീർത്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വേറൊരു ഗോളം വരുന്നു. വേറൊരു പ്ലാന്റ് എൻ്റെ മുമ്പിൽ തന്നെ ജനിക്ക്. ഓക്കെ ഗോളം ഭയങ്കര പാണിയാണ്. ഗോളം 65% എൻ്റെ നശിപ്പിച്ച്. ഇനി അതിലേക്ക് താഴ്ത്ത് പറ്റിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കിയെല്ലാം തീർക്കാം. അടുത്ത ഗോളം 2 വരുന്നു. പൊക്കത്തെ പ്ലാൻസിന് ആദ്യം തീർക്കണം. അവന്മാരെൻ്റെ കഥ കഴിക്കും. ബാക്കിയുള്ളവരെ ഞാൻ നോക്കാൻ നിൽക്കും. സോ പൊക്കത്തെ പ്ലാൻസിന് മെയിനായിട്ട് നമ്മൾ ഗോളങ്ങൾ സമ്മതിക്കണ്ടേ. ഗോളങ്ങൾ സമ്മതിക്കാതെ നമ്മളെല്ലാം ചെയ്യണം. ഇനി ഗോളങ്ങളെ തീർക്കുക. ഇവന്മാരെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇനി സീനില്ല. ആകെ ഒരു പ്ലാന്റേ ഉള്ളൂ. ഗോളം അലമ്പാണല്ലോ. വത്തുബറാജ ആയല്ലേ. ഇതിന് ഇവരെയും കൂടെ ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിയും. പൊക്കത്തെ പ്ലാന്റിനെ ആദ്യം വെട്ടിക്കളയണം. പണ്ടാരം പിടിക്കും. ഈ ഭാഗം അങ്ങനെ ക്ലിയറാക്കി. ഇനി അതിന് ശേഷം ഇത് നെക്സ്റ്റ് റൗണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് 9-ഓ 8ാമത്തെ റൗണ്ട് കണ്ടൊക്കെയാണ്. എന്തായാലും ഒരു ഗോളം വന്നിട്ടുണ്ട്. ഗോളം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കിട്ട് ഒരു ഡാമേജ് പോലും ഇല്ല. കാരണം അപ്പാപ്പനെ തീർത്ത പിന്നെ ഗോളവും ഓട്ടോമാറ്റിക്കലി ചത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പാപ്പനെ ആദ്യം നമുക്ക് തീർക്കണം. വേറെ ആര് വന്നാലും ഒരു മൈൻഡ് വേണ്ട. അപ്പാപ്പനെ എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കണമെങ്കിൽ നമുക്കിട്ട് പണിയാവും. അപ്പാപ്പൻ ഇപ്പോൾ ചാകാറായി. പക്ഷേ അപ്പാപ്പൻ്റെ ഒരു അറ്റാക്ക് എനിക്കിട്ട് ഏറ്റ് കേട്ടോ. അത് കാര്യം പറയാം. ഈ പ്ലാന്റും എല്ലാം കൂടെ അലമ്പാണ്. പക്ഷേ അപ്പാപ്പനെ നമ്മൾ തീർത്ത്. അപ്പോൾ ഈ സൈഡ് പോയി. പക്ഷേ അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഒരു ഏതാണ്ട് വാളിൻ്റെ ചിഹ്നം പോലത്തെ സാധനം കാണിച്ച് എന്തിനാ ഉപകാരിക്കണമെന്ന് അറിയത്തില്ല. രണ്ടാമത് പിന്നെ അപ്പാപ്പം വന്ന് പ്ലാന്റും സൈഡിലിരുന്ന് അടിക്കുന്നു. പിന്നെ മുട്ടയും ഉണ്ട് 8 കാലികളുടെ വരുന്നത്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് അപ്പാപ്പനെ കൊല്ലാം. ഇല്ല പിന്നെ ഇത് ഭയങ്കര പവറാവും. മുട്ടയാണ് ഇല്ലാത്തതിലെ മെയിൻ. അപ്പോൾ നമ്മുടെ ആ ഗോളം ഇരുന്ന് കറങ്ങി നടക്കുന്നുണ്ട്. ഈ ഗോളത്തിനെ കൊന്നത് കൊണ്ടാണ് മുട്ട പൊട്ടിച്ചുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. എന്തായാലും പ്ലാന്റിൻ്റെ ആ 3 ഭാഗം എനിക്ക് ഏറ്റിട്ടുണ്ട്. അറൗണ്ട് 94% എൻ്റെ പോയിട്ടുണ്ട്. ഗോളം എന്ത് മുന്നയാണ്. കുറേ നേരിട്ട് മേത്തിട്ട് വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും തീർത്ത് ബോസ് എത്തി മച്ചാനെ. ഇതാണ് ബോസ്, നമ്മുടെ 8 കളി ബോസ്. സോ ഇത് 8 കളികളുടെ ക്യൂവിനാണ്. സോ ഇതിന് ഒരു ചാൻസും കൊടുക്കരുത്. നമ്മളെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്നത്ര സ്വിച്ചും സാമാനം എല്ലാം യൂസ് ചെയ്യണം. എന്നിട്ട് അത് തരുന്ന എല്ലാ പണിയും ജോഡ്ജ് ചെയ്യണം. പക്ഷെ പറഞ്ഞതുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വലയും നമുക്ക് പഠിക്കും. ചെയ്യുന്നില്ല. വലുതായിട്ട് ഡാമേജ് നമുക്ക് കിട്ടുന്നില്ല. ആ റെഡ് സാധനം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ റെഡ് ഗോളം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയായാലും. ഇപ്പോൾ 8 കളി ആയതുകൊണ്ട് വലിയ സീനില്ല. പെട്ടെന്ന് എല്ലാ മൂവ്മെൻറ്റും ചെയ്ത് വിടുന്നുണ്ടല്ല. ഇപ്പോൾ മാക്സിമം പകുതി കൂടുതൽ ലൈഫ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെലന്തി വിലയൊക്കെ എങ്ങോട്ടോ തെറിപ്പിച്ച് കളയുന്നുണ്ട്. അതെവിടെ പോയി അതിന് കാണാനില്ല. ഞാൻ ഓടി നടക്കി എൻ്റെ തലയിൽ കാണാൻ. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നമ്മളൊന്ന് മാറിക്കളഞ്ഞ്. 8 കല്ലിന് അടിച്ചപ്പോൾ 8 കല്ല് എവിടെയൊക്കെ വല വിടുന്നുണ്ട്. 8 കല്ലിൻ്റെ പകുതി 3/4 ഭാഗവും തീർത്തിട്ടുണ്ട്. 2-3 വെട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 8 കാലിൻ്റെ കാര്യം ബോക്കാണ്. 8 കാലിന് ഒരു കാശിന് ഉള്ളിലോ. ഇതൊക്കെയാണ് ബോസ്. ഇതിനേക്കാളും നല്ല ബോസ് എന്ന് പറഞ്ഞാൽ ആ ഗോളത്തിൻ്റെ റെഡിനെ കൊണ്ടുവന്നെ. ഇത് കഴിഞ്ഞ് ഗൈസ്. ഈസി സാധനം. ഷാഡോ ഓഫ് ഡെത്ത് ഡാർക്ക് നൈറ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലെ ബോസിനെ ഞാൻ കൊന്നിട്ടുണ്ട്. സോ ഇവിടം വരെ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു ബ്രോ. ഇവിടം വരെ ആകണ തന്നെ നല്ല പാടാണ്. എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്തിട്ട് അവിടെ വന്ന് പറയുക. സോ അതൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാം വോയിസിൽ. ഫസ്റ്റ് ടൈമാണ് വോയിസ് ചെയ്യുന്നത്. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.